അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ 14-ാം വാർഡ് അടക്കമുള്ള വാർഡുകളിൽ ഐക്യജനാധിപത്യ മുന്നണി വൻപിച്ച വിജയം നേടും. മുൻ മെമ്പർ തന്നെ വൻ പരാജയമാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തിരിച്ചു പിടിക്കുന്നതന്നെ നമ്മുടെ മൊത്തത്തിലുള്ള കോൺഗ്രസ് മെമ്പർമാരുടെയും നമ്മുടെ നാട്ടിലെ ഓരോ വോട്ടേഴ്സിന്റെയും അഭിപ്രായം. തുടങ്ങി വെച്ച ഇവിടെ ആണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ചെറിയ ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ആ നഷ്ടപ്പെട്ട എല്ലാം കൃത്യമായി തന്നെ തിരിച്ചു പിടിച്ചിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പോലും വന്നിട്ടില്ല. പക്ഷേ സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ മങ്കട പഞ്ചായത്തിൽ ഒരു വാർഡിൽ അവർ പ്രചാരണം തുടങ്ങി. ഇവിടെ കോൺഗ്രസ്സിൽ കേരളത്തിൽ ആദ്യമായിട്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ മലപ്പുറം ജില്ലയിൽ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ 14-ാം വാർഡിൽ ഏകദേശം കണ്ടില്ലേ, ചിഹ്നമൊക്കെ ഒട്ടിച്ച് പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. നമ്മോടൊപ്പം കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ ഉണ്ട്. ഇവിടെ അവരുടെ വനിതാ സംവരണമാണ്. അപ്പോൾ അവരുടെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലൊക്കെ തീരുമാനമായിട്ടില്ലെങ്കിൽ പോലും അവരുടെ വാർഡ് ഇത്തിരി നേരത്തെ തന്നെ പ്രചാരണം സജീവമാക്കി വാർഡ് അവർക്ക് നല്ല ഭൂരിപക്ഷത്തിൽ നിലനിർത്താനാണ് അവർ ലക്ഷ്യമിടുന്നത്. തിരിച്ചു പിടിക്കാനാണ് അവർ ലക്ഷ്യമിടുന്നതെന്ന് തോന്നുന്നു. കോൺഗ്രസിന്റെ DCC എക്സിക്യൂട്ടീവ് മെമ്പർ അനീഷ് ഉണ്ട്. അതുകൂടാണ്ട് കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹികളുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. അനീഷേട്ട, അപ്പോൾ ഈ വാർഡ് നേരത്തെ LDFന്റെ പക്കലായിരുന്നു. പക്ഷേ കോൺഗ്രസിന് അത്യാവശ്യം ആളുകളൊക്കെ ഉള്ളൊരു വാർഡാണ്. പക്ഷേ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കോൺഗ്രസ് പ്രചാരണ രംഗത്ത് നേരിട്ട് രംഗത്തിറങ്ങുന്നത്. ഒരുപക്ഷെ അങ്ങാടിപ്പുറത്തെ 14-ാം വാർഡിലായിരിക്കും. ഇതെന്താ, നിങ്ങൾ പെട്ടെന്നൊരു നേതൃത്വം പോലും അറിയാതെ പെട്ടെന്നൊരു എടുത്തുചാട്ടം പോലെ ആയിപ്പോയെന്ന് തോന്നുന്നുണ്ടോ? നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ്. നേതൃത്വം അറിയാതെ ഞങ്ങളൊന്നും ചെയ്യില്ല. അതെ, അതിന്റെ കാരണം എന്താ വെച്ചാല്, ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി പറഞ്ഞത് വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. വാർഡ് കോൺഗ്രസ് കമ്മിറ്റിക്ക് പരിപൂർണ്ണ സ്വാതന്ത്ര്യമാണ്. അപ്പോ ഞങ്ങള് 14-ാം വാർഡിൽ മാത്രമല്ല, ഞങ്ങള് പല വാർഡുകളിലും ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷെ 14-ാം വാർഡ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രസ്റ്റീജ് വാർഡാണ്. കഴിഞ്ഞ ഈ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിനകത്ത് കോൺഗ്രസിന് തിരിച്ചുപിടിക്കാൻ സാധ്യതയേറെയുള്ള വാർഡുകളിൽ ഒരു വാർഡാണ് 14. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ 14-ാം വാർഡ് അടക്കമുള്ള വാർഡുകളിൽ ഐക്യജനാധിപത്യ മുന്നണി വൻപിച്ച വിജയം നേടും എന്നുള്ള കാര്യത്തിലും സംശയമല്ല. അല്ല, ഇവിടുത്തെ സ്ഥാനാർത്ഥി ഇപ്പൊ വനിതാ സംവരണമാണ്. സ്ഥാനാർത്ഥിയുടെ കാര്യത്തില് എന്തെങ്കിലുമൊക്കെ തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, സ്ഥാനാർത്ഥി ഇത് ഞങ്ങളുടെ മുന്നണി ചർച്ചയുടെ ഭാഗമായി കോൺഗ്രസിന് ഭാഗമായിട്ടുള്ള സീറ്റാണ്. സീറ്റിനെ കുറിച്ച് ഞങ്ങൾ പല പല പേരുകളും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഏകകണ്ഠമായി ഒരു പേരിലേക്ക് ഞങ്ങൾ എത്തും. ഒരു തർക്കത്തിനും ഇവിടെ ഇടയില്ല. ഈ വാർഡ് തിരിച്ചുപിടിക്കാൻ ആരാണോ യോഗ്യൻ എന്നുള്ളത്, ആ യോഗ്യത ഉള്ള സ്ഥാനാർത്ഥിയെ ഞങ്ങൾ കണ്ടെത്തും. അതിന് പല വിധത്തിൽ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ആ രീതിയിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ കണ്ടെത്തും. ഇപ്പോ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പലരും പറഞ്ഞായിരുന്നു ഈ അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഭരണം നിലനിർത്തും, അതിനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടെന്നൊക്കെ പറയുന്നു. LDF പറയുന്നത് അവരുടെ ദിവാസ്വപ്നമാണ്, LDFന് അനുകൂലമായ സാഹചര്യമാണെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കട്ടെ, ഇപ്പൊ LDFന്റെ ഒരു വാർഡ് തിരിച്ചു പിടിക്കുമെന്ന് നിങ്ങൾ ആത്മവിശ്വാസത്തോട് പറയുന്നത്, അങ്ങനെ പിടിക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ എല്ലാ വാർഡിലും നിങ്ങൾക്ക് മേധാവിത്വം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അങ്ങനെ ഒരു പ്രതീക്ഷയാണ്. 2010 ഈ വാർഡ് ഐക്യജനാധിപത്യ മുന്നണി ജയിച്ച വാർഡാണ്. ചെറിയ വോട്ടിനല്ല, 175 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ 2 ബൂത്തുകളിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി ഈ വാർഡ് ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. ആ പിടിച്ച വാർഡ് ഞങ്ങൾ കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഈ തവണ ഒരു തർക്കത്തിനും ഇടയില്ല. അങ്ങാടിപ്പുറത്ത് 14-ാം വാർഡ് അടക്കമുള്ള കോൺഗ്രസ് മത്സരിക്കുന്ന, ഐക്യജനാധിപത്യ മുന്നണി മത്സരിക്കുന്ന മഹാഭൂരിപക്ഷം വാർഡുകൾ ഞങ്ങൾ തിരിച്ചുപിടിക്കും. ആവശ്യമായ രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഭരണത്തിനെതിരായി, കേരളത്തിലെ പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരായിട്ട് ജനം മുഴുവൻ എതിരായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അതിന് ഒരു കാരണമൊന്നും പറയേണ്ട. സ്വർണ്ണ പാളി വിവാദം അടക്കമുള്ള കേരളത്തിലൊരു MP പോലും റോഡിലിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്ന പോലീസ് രാജ് അടക്കമുള്ള ഒട്ടനവധിയായ പ്രശ്നങ്ങൾ കേരളത്തിലെ ജനം ചർച്ച ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സ്വർണ്ണപ്പാളി വിവാദം, ആ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയം ഈ ക്ഷേത്ര നഗരിയിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ വിജയപ്രതീക്ഷ. കോൺഗ്രസിന്റെ ഇപ്പൊ മണ്ഡലം വൈസ് പ്രസിഡന്റ് ആണ്, നേരത്തെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു, മുൻ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു. ഓക്കെ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആണ്. ഇവിടെ
പതിനാലാം വാർഡ് LDFന്റെ കയ്യിൽ വശമുള്ള ഒരു വാർഡാണ്. അപ്പോൾ പക്ഷെ ഇവിടെ സംസ്ഥാനത്ത് ആദ്യമായിട്ട് കോൺഗ്രസ് പ്രചാരണം തുടങ്ങി എന്ന് തന്നെ പറയാം. അപ്പോൾ പേര് മനാഫ് എന്നല്ലേ? മനാഫ്, ഇത് ഇപ്പോൾ നേരത്തെ അനീഷേട്ടൻ പറഞ്ഞത് ഞങ്ങൾ ഉറപ്പിച്ചു തിരിച്ചു പിടിക്കുമെന്ന് പറയുന്നത്, ആ ഉറപ്പ് നിങ്ങൾക്കും നൽകാൻ സാധിക്കും? യാതൊരു സംശയവും വേണ്ട. ഇപ്രാവശ്യം 14-ാം വാർഡ് കോൺഗ്രസ് തിരിച്ചു പിടിച്ചിരിക്കും. നിങ്ങൾക്ക് അതിനുള്ള ഘടകങ്ങളൊന്ന് പറയാം. മുൻ മെമ്പർ തന്നെ വൻ പരാജയമാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തിരിച്ചു പിടിക്കും തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള കോൺഗ്രസ് മെമ്പർമാരുടെയും നമ്മുടെ നാട്ടിലെ ഓരോ വോട്ടേഴ്സിന്റെയും അഭിപ്രായം. UDF ഒറ്റക്കെട്ടായി നിന്നാൽ ഇത് തിരിച്ചു പിടിച്ചാൽ ഒരു പക്ഷേ എല്ലായിടത്തും അതൊരു വലിയ കാറ്റ്, ആ കാറ്റ് എല്ലായിടത്തും ആഞ്ഞു വീശുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്നൊക്കെ നേരത്തെ കോൺഗ്രസ് നേതാക്കൾ പറയുകയുണ്ടായി. അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടോ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും അത് തന്നെ. 14-ാം വാർഡ് നമ്മുടെ ഒരു ടൗൺ പഞ്ചായത്തിന്റെ ഒരു ടൗൺ വാർഡാണ്. ഇവിടെ ഉള്ള ഓളം മൊത്തം എല്ലാ ഭാഗത്തും ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെ? കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ജബ്ബാർക്ക് ഉണ്ട് നമ്മോടൊപ്പം. അപ്പോൾ ഇപ്പൊ നിങ്ങൾ പ്രചരണം തുടങ്ങി, കേരളത്തിൽ ആദ്യമായിട്ട് പ്രചരണം സജീവമാക്കുന്നു, പ്രഖ്യാപനം വന്നിട്ടില്ല. ഈ വാർഡ് തിരിച്ചു പിടിക്കുന്നതിലൂടെ അതിന്റെ ആ വിജയത്തിന്റെ കാറ്റ് എല്ലായിടത്തും ആഞ്ഞു വീശുമെന്നാണ് അവരൊക്കെ നേരത്തെ പറഞ്ഞത്. അങ്ങനെ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഉണ്ട്, തീർച്ചയായും. ഇപ്രാവശ്യം ഞങ്ങൾ തുടങ്ങി വെച്ച ഇവിടെ ആണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ആ നഷ്ടപ്പെട്ട എല്ലാം കൃത്യമായി തന്നെ തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഒന്നാമത് നമുക്കൊക്കെ അറിയാമല്ലോ, സംസ്ഥാനത്ത് നോക്കിയ വിശ്വാസങ്ങളൊക്കെ നശിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. നമ്മൾ പറയും ത്രിതല പഞ്ചായത്തിൽ, അതായത് വാർഡുകളിൽ മത്സരിക്കുമ്പോൾ അത് വ്യക്തികളുടെ പ്രശ്നം ഇതായി മാറുന്നു. പക്ഷേ ഇപ്രാവശ്യം കയ്യിൽ മഷി പുരട്ടുന്ന ഓരോരുത്തരും അത് വിശ്വാസം നേടിയെടുക്കുന്നതിന് വേണ്ടി മാത്രമായിരിക്കും. ആ ഉറപ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ജനങ്ങൾ സംസ്ഥാന സർക്കാരിനെയും പിന്നെ നമ്മുടെ പഞ്ചായത്തിൽ 5ാമത്തെ വർഷത്തിലേക്ക് പോകുമ്പോഴും അവർക്ക് എന്ത് തരത്തിൽ സമരം ചെയ്യണമെന്ന് അറിയാതെ ഇരട്ടി തപ്പുന്ന അവസ്ഥയാണ്. ആ അവസ്ഥയിൽ ഒരു സംശയമല്ല, തീർച്ചയായും UDF ശക്തമായി തിരിച്ചു വരും അങ്ങാടിപ്പുറത്ത്. ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇതാ ഒരു സുവർണാവസരം. സഫ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ്. ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും അനുയോജ്യമായ വെറൈറ്റി ഡിസൈനുകളിലുള്ള ബഡ്ജറ്റിലൊതുങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ്. ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ. നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് നേടാം 1,00,000 രൂപയുടെ ഡയമണ്ട് നെക്ലസ്. ഒക്ടോബർ 1 മുതൽ 31 വരെ സഫ ജ്വല്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ. ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാവൂ. സഫ ജ്വല്ലറി.